ഉണ്ടാകട്ടെ. സെഷൻ്റെ ലാസ്റ്റ് 2 hours നാം കടന്നു വരികയാണ്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ദൈവഭക്തി ആചരിക്കാം എന്നുള്ളതിൻ്റെ ചില ഗൈഡൻസാണ് ഇനി നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവസാനം നിർത്തിയത് നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം വേണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഞാനത് മുന്നേ പറഞ്ഞു. ജെനുവിനായിട്ട് ദൈവത്തെ, നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവനെ വ്രണപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ദൈവസന്നിധിയിൽ ഏകാന്തമായിട്ടിരുന്ന് ഇറക്കി വയ്ക്കണം. അതാണ് റിഗ്രറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നമ്മൾ പ്രോവർബ്സ് സദൃശവാക്യം 28:13 ഇങ്ങനെ വായിക്കുന്നുണ്ട്: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ നമ്മൾ അത് ചെയ്യണം. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യത്തിന് പോലും നമുക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ജസ്റ്റിഫിക്കേഷൻ ഹാജരാക്കാന്നുള്ളത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടപെട്ടത്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവിൻ്റെ ചുറ്റും ശത്രുക്കളായിരുന്നു എപ്പോഴും. പക്ഷെ കർത്താവിന് ഒരു ശത്രുവും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ മനസ്സിലായോ? കർത്താവ് അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഒരു എക്സ്ക്യൂസും ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലണ്ട. അത് വിജയിക്കുകയില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രിൻസിപ്പിൾ അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ബിഹേവ് ചെയ്യേണ്ടത് എൻ്റെ കർത്താവിനെ പോലെയാ. ഫുൾ സ്റ്റോപ്പ്. അവിടെ കൊണ്ട് അത് തീരും. അതുകൊണ്ട് വളരെ നമ്മെ വിധിക്കുമ്പോൾ ഒരു രീതിയിലുള്ള എക്സ്ക്യൂസും കൊടുക്കരുത്. ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഗ്രേസ് മാർക്കും കൊടുക്കരുത്. റിപ്പ് ഹിം. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ ശരിക്ക് അവനെ നഗ്നനാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? യു ഹാവ് ടു എക്സിബിറ്റ് ഹിസ് ഫോൾട്ട്. അവനെ ശരിയായ അളവിൽ പുറത്തു കാണിക്കണം. എന്നിട്ട് ദൈവസന്നിധിയിൽ സമ്മതിക്കണം, കർത്താവെ ഞാൻ കുറവുള്ളവനാണ്. അതാണ് ഈ പറയുന്നതിൻ്റെ ആശയം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, മറിച്ച് അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കുവാൻ നീ മനസ്സ് വയ്ക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ ഇടവരും. അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ മാനസാന്തരമായി തീരാത്തതെന്ന് ചോദിച്ചാൽ വി ഡോണ്ട് റിപ്പന്റ്. അതാണ് അതിന്റെ കാരണം. നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിക്കും എങ്ങനെ റിപ്പന്റ് ചെയ്യാതിരിക്കുവാൻ. എക്സ്ക്യൂസുകൾ ഹാജരാക്കും. ഇറ്റ് ഡസന്റ് വർക്ക്. നമ്മൾ ഈ 2 പേര് പ്രാർത്ഥിക്കാൻ പോയ ഒരു ചരിത്രം വായിക്കുന്നുണ്ട് ബൈബിളിൽ. ഒരു ചുങ്കക്കാരനും ഒരു പരീശനും. പരീശൻ തൻ്റെ ക്രെഡൻഷ്യൽസ് ആണ് ദൈവസന്നിധിയിൽ ഹാജരാക്കുന്നത്. എന്താ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇയാളെ പോലെയല്ല. അതൊക്കെ അവന്റെ ക്രെഡൻഷ്യൽസ്. മറ്റോൻ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചു. ക്യാൻ യു സീ ദ ഡിഫറൻസ്? ഇവർ 2 പേരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരുത്തൻ പറയുന്നത് കർത്താവെ ഞാൻ തീർത്തും അയോഗ്യനാണ്, മറ്റവൻ പറയുന്നത് ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല. ഇവനോ നീതീകരിക്കപ്പെട്ടവനായി, താഴ്ത്തിയവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവനോ എങ്ങനെയാ അവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല. അത്ര പറഞ്ഞ് അവസാനിപ്പിച്ചു. പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നീതീകരിച്ചില്ലെന്ന് ചുരുക്കം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ താഴുവിൻ. നമ്മൾ താഴുന്നെങ്കിൽ ദൈവസന്നിധിയിലാണ് താഴേണ്ടത്. അത് കേവലം ഞായറാഴ്ച അപ്പം നുറുക്കുമ്പോൾ മാത്രം പോരാ. അപ്പൊ നമ്മൾ ഭയങ്കര താഴ്മയുള്ളവരാ, അതെനിക്കറിയാം. കർത്താവേ ഞങ്ങൾ അയോഗ്യരായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ സ്വഭാവങ്ങളൊക്കെ അങ്ങ് സർപ്പത്തിന്റെ പണം പോലെ എഴുന്നേറ്റ് വരും. പാടില്ല. നമ്മെ സമൂലം താഴ്ത്തണം. നമ്മെ സമൂലം താഴ്ത്തി റിയൽ ജെനുവിൻ റിപ്പന്റൻസിലേക്ക് നാം വരണം. ഇനി ഞാൻ ആ പാതയിൽ കൂടെ പോവുകയില്ല. 3, പാപത്തെ നാം റിനൗൺസ് ചെയ്യണം. അവയെ ശാസിക്കണം. എല്ലാ പാപങ്ങളെയും റിസ്റ്റോർ ചെയ്യണം. നമ്മുടെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റീഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മെ തന്നെ പുനർസമർപ്പണത്തിന് വിധേയമാക്കണം. ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്തൃത്വത്തെ വീണ്ടുകൊള്ളണം. എന്തേ കർത്തൃത്വത്തെ വീണ്ടുകൊള്ളുക? റോമർ 10:9-10 നമ്മൾ ഒരിക്കൽ വായിക്കുന്നുണ്ട്. എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമ്മൾ ഈ വാക്യം
ആകെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ആത്മരക്ഷയെക്കുറിച്ചാണ്. അത് ആത്മരക്ഷയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതേ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എപ്പോൾ? അത് ഒരിക്കലല്ല, അത് എന്നും നടക്കേണ്ട കാര്യമാണ്. അത് എന്നും നടക്കേണ്ട കാര്യമാണ്. നമ്മളെ രക്ഷിക്കുവാൻ പര്യാപ്തനായ ഒരുത്തനേ ഉള്ളൂ ഈ ലോകത്തില്. നമ്മുടെ ദൈനംദിന പരീക്ഷയിൽ, നമ്മൾ നേരിടുന്ന പോരാട്ടങ്ങളിൽ, പാപം നമ്മക്ക് തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, ഈ ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ, നമുക്ക് ആശ്രയമില്ലാതെ ആകുമ്പോൾ, രക്ഷിക്കുവാൻ ഒരു നാമമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് വിളിച്ച് അപേക്ഷിക്കണം. പക്ഷെ അപേക്ഷിക്കണമെങ്കിൽ ഞാൻ താഴണം. അതെന്താ? താഴ്മയുള്ളവനാണ് ദൈവം കൃപ നൽകുന്നത്. നിഗളികളോടെ ദൈവം എതിർത്ത് നിൽക്കും. താഴണം. ഞാൻ പറയാ, എൻ്റെ പ്രിയ കൊച്ചുമക്കളെ, നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ, പാപം നിങ്ങളെ ചെന്നായ്ക്കളെ പോലെ വേട്ടയാടും. പക്ഷെ നിങ്ങളെ രക്ഷിക്കുവാൻ ശക്തമായ ഒരു നാമമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, സകല പാപങ്ങളെയും വിജയിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ താഴണം, റീഡെഡിക്കേഷൻ വേണം. അവസാനമായി നമ്മൾ ചിന്തിച്ചത് റിസ്റ്റോർ ചെയ്യണം. നമ്മളുടെ മുറിവുകൾ അതൊക്കെ ക്ലീൻ ആക്കണം, അതൊക്കെ ഹീൽ ചെയ്യണം. എന്താണെന്നറിയാമോ? ഈ മുറിവുള്ള ഭാഗത്ത് കൂടെ പാപത്തിന് പ്രവേശിക്കാൻ ഇനിയും സാധിക്കും. ഈ കുടിച്ചു നടന്നിരുന്ന ആൾക്കാര് യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കും. അവരുടെ ന്യൂനെസ്, പുതുക്കം ഉണ്ടാകും നമ്മുടെ ഉള്ളിൽ. കുടി നിർത്തും അവര്. പക്ഷെ അനേക കുടിയന്മാര് പിന്നെയും കുടിയിൽ വീണു പോകാറുണ്ട്. എന്താ കാരണമെന്നറിയാമോ? അവരുടെ ഉള്ളിൽ പൊള്ളിക്കിടക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ കുടിയിൽ. അവർ അനുവർത്തിച്ചു പോന്ന ബാഡ് ഹാബിറ്റ്സ് മുഖാന്തരം കീറിക്കിടക്കുന്ന മേഖലകൾ അവരുടെ ഉള്ളിലുണ്ട്. ഈ ഉള്ളിലുള്ള മുറിവുകളെ ഇവർ ഹീല് ചെയ്തിട്ടില്ല. അവർ വിചാരിക്കുന്നത് ഞാനിപ്പോ വലിയ ശക്തനാണെന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോഴും പാപികളാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. എന്നിൽ പാപത്തിന്റെ പ്രമാണം എന്നൊരു പ്രമാണം ഉണ്ട് എന്ന് ഞാൻ കാണുന്നു. ഇത് സത്യമാണ്. നമ്മൾ ആരും സെൽഫ് സഫിഷ്യന്റ് അല്ല. നമ്മളാരും സ്വയത്തിൽ സമ്പൂർണരല്ല. ക്രിസ്തുവിനെ കൂടാതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഭക്തനായിട്ട് ജീവിക്കാമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വെറും സ്വപ്നമാണ്, നടക്കില്ല. അതെന്താ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഞാൻ എന്നിൽ പൂർണ്ണനല്ല, എനിക്ക് പറ്റുകയുമില്ല. എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ നാമത്താൽ എനിക്ക് രക്ഷയുണ്ട്. പറഞ്ഞ മനസ്സിലായല്ലോ? യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. പാപം വരുമ്പോ നമ്മൾ അതിനെ ത്യജിച്ച്, ഞാൻ ഈ ആത്മീയ യുദ്ധം അത് ഞാൻ ഒരു വിഷയമായിട്ട് പഠിച്ച് ദൈവം വെച്ചാൽ മറ്റൊരിക്കൽ വന്ന് നിങ്ങളോട് അത് പ്രസന്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർ, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ എന്താ പറയുക, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ പോലെയാ എന്ന് പറഞ്ഞാൽ എവിടെയും വണ്ടി ഓടിക്കാമെന്നാ. ഇല്ല കേട്ടോ, ഇല്ല, അങ്ങനെയല്ല. കർത്താവിനെ കൂടാതെ നിനക്ക് ഒന്നും നടക്കുകയില്ല. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞേ യോഹന്നാന്റെ സുവിശേഷത്തില്? എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയുകയില്ല, നിങ്ങൾക്ക് ഒന്നും നടക്കുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ, എന്നെ കൂടാതെ. അത് സത്യമാ. കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് കടന്നു പോകാം. യെരമ്യ 32:40. ഈ കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്വയമായിട്ട് വിജയിക്കാൻ കഴിയുകയില്ല. അവിടെ പറയും, നോക്കുക, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ഇത് നമ്മിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ദൈവം നമ്മിൽ നിന്ന് വിട്ടുപിരിയുന്നില്ല. അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നതോടുകൂടെ നമ്മളോടുകൂടെ എപ്പോഴും ദൈവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനിൽ ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കും. പിതാവ് നമ്മിലുണ്ട്, പുത്രൻ നമ്മിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്, ദൈവം നമ്മിലുണ്ട്.
ശാശ്വത നിയമത്തിന്റെ പങ്കാളികളാ. എന്നിട്ട് അടുത്ത ഭാഗം, അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ശ്രദ്ധിക്കുക, അവർ എന്നെ വിട്ടുപിരിയാതിരിപ്പാൻ. അപ്പൊ ആരാ ഭക്തി തരുന്നത്? ആരാ ഭക്തി തരുന്നത്? സഹോദര, ആരാ ഭക്തി തരുന്നത്? ദൈവമാണ് ഭക്തി തരുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ ഭക്തനാണ് എന്ന് എന്നിൽ തന്നെ ഞാൻ പ്രശംസിച്ചാൽ അധികം താമസിയാതെ ദൈവം നിനക്ക് കാണിച്ചു തരും, നീ ഭക്തനല്ല, നീ കൃപയാലെ ജീവിക്കുന്നവനാണെന്ന് ദൈവം കാണിച്ചു തരും. ചില മനുഷ്യരുണ്ട്, അവർ ആത്മീയമായി ഇത്രമാത്രം നിഗളിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഒരാളോടും കരുണ കാണിക്കില്ല. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർ ഇത്രമാത്രം തികവുള്ളവരാണെന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളതിനാൽ പാപം ചെയ്യുന്ന മനുഷ്യനോട് ശകലം പോലും കരുണ കാണിക്കുകയില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെ നാണം കെടുത്തുവാനായിട്ട് ദൈവം ഒരു വലിയ അടി അവർക്ക് കൊടുക്കും. അവർക്കോ അവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും പിന്നെ പൊങ്ങാൻ പറ്റില്ല. അവർക്ക് നാണിച്ചു പോകും. അവര് നിഗളിക്കുന്നവനെ ദൈവം കണക്കിന് ശിക്ഷിക്കും. അത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു സത്യമാണ്. ഈ വിഷയം ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകരുത്, ഓ ഞാൻ വലിയ ഭക്തനാണ്. ഇല്ല, നീ ഒരിക്കലും വലിയ ഭക്തനാവുകയില്ല കർത്താവിനെ പിടിക്കാതിരുന്ന. കർത്താവാണ് നിനക്ക് ഭക്തി തരുന്നത്. വിട്ടുപിരിയാതെ ഭക്തി കൊടുക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് എപ്പോഴും നാം അവനെ പിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ നാമം നാം വിളിച്ച് അപേക്ഷിക്കണം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ആത്മരക്ഷയെക്കുറിച്ച് മാത്രമല്ല അത് അർത്ഥമാക്കുന്നത്, വിശുദ്ധീകരണത്തിലും അത് അങ്ങനെ തന്നെയാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇനിയും ഇവിടം വിട്ട് മാതാപിതാക്കന്മാരെയൊക്കെ വിട്ട് പലയിടത്ത് പോയി താമസിക്കേണ്ടി വരും. വെല്ലുവിളികൾ ഉണ്ടാകും, പാപത്തിൻ്റെതായ പല പ്രലോഭനങ്ങൾ ഉണ്ടാകും, പല സമ്മർദ്ദങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക. എങ്ങനെ? കർത്താവേ എന്നെ രക്ഷിക്കണമേ. അവൻ നമ്മുടെ അടുത്ത തുണയാ, അവൻ രക്ഷിക്കും. ഈ ജീവസാക്ഷ്യങ്ങൾ അനേകർ പാപത്തിൽ പോയവർ തിരിച്ചു വന്നിട്ടുള്ള ജീവസാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ഞാൻ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണുള്ള ഒരു ഫീൽഡാണ്. ഈ മനുഷ്യർ നമുക്ക് പറയാൻ പറ്റാത്ത മോശമായ പ്രതലങ്ങളിലൊക്കെ അവർ സഞ്ചരിക്കുന്നത് കേട്ടോ. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് കർത്താവുമായിട്ട്. ആ സമയത്ത് കർത്താവിനെ വിശ്വസിക്കാത്തവർ പോലും യേശുവേ എന്ന് വിളിക്കും. അറ്റ് ദാറ്റ് മോമെന്റ് കർത്താവ് അവിടെ പ്രത്യക്ഷനായിരിക്കും അവർക്ക് വേണ്ടി സഹായിക്കാൻ. നാം വിചാരിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മളോട് അടുത്താണ് ഇരിക്കുന്നത്. നാം വിചാരിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മളോട് അടുത്താണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ വായിക്കുന്ന പോലെ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തന്നെ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പറഞ്ഞ മനസ്സിലായോ? കർത്താവ് അരികത്തിരുന്നിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? നാം അവന്റെ നാമം വിളിച്ച് അപേക്ഷിക്കണം. ഒരു നിമിഷം നാം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മെ രക്ഷിക്കും. കാരണം അവൻ രക്ഷിക്കാൻ വന്നവനാ. അവന്റെ പേര് തന്നെ രക്ഷകൻ എന്നാ. ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. ദർ ഈസ് നൺ എക്സെപ്റ്റ് ഹിം. യേശു ക്രിസ്തു അത്ര വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വം നാം കരുതേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, മലാഖി 1:6 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പൻ എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും പറയുമായിരിക്കും, അത് പഴയ നിയമത്തിലെ പുരോഹിതന്മാരാ. ആണോ? നമ്മളോ? നമ്മൾ പുരോഹിതന്മാര് മാത്രമല്ല, പിന്നെയോ രാജാക്കന്മാരുമാണ്. ഇരട്ട അടി കിട്ടണ പോലെ ശരിക്കും പറഞ്ഞ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവരോട് പറയാ, എങ്കിലുള്ള ഭക്തി എവിടെയാണ്? ഞാൻ യജമാനനാണല്ലോ. ആണോ? നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? യേശു എന്റെ കർത്താവെന്ന് പറഞ്ഞതാ, ഇല്ലേ? അങ്ങനെ പറയാത്ത വല്ലവരും രക്ഷിക്കപ്പെടുവോ? ഇല്ല. എന്താ വാക്കിന്റെ അർത്ഥം? നീ എന്റെ യജമാനനാണ് എങ്കിൽ
അവൻ എന്റെ യജമാനനാണെങ്കിൽ ദൈവം ചോദിക്കുക, എന്നോടുള്ള ഭക്തി എവിടെ? എന്റെ പ്രിയമുള്ളവരെ, വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഇത് നിർത്തിയേ മതിയാവൂ. നമ്മൾ ഒരു വശത്ത് യേശു എന്റെ കർത്താവ് എന്ന് പറയും, മറുവശത്ത് അവന് ബഹുമാനം കൊടുക്കാത്ത ജീവിതം നയിക്കും. എവിടെ ഭക്തി? വി ഹാവ് ടു ഫിക്സ് ദിസ് പ്രോബ്ലം. കാരണം ഇരു മനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അവൻ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. കാര്യം അവന്റെ മനസ്സ് അസ്ഥിരമാണ്. ഹി സ്പീക്സ് വൺ തിങ് ആൻഡ് ഹി ഡസ് അനദർ തിങ്. ഒന്ന് പറയുന്നു, ഒന്ന് ചെയ്യുന്നു. വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. യോശുവ ദൈവജനത്തോട് ചോദിക്കും, നിങ്ങൾ തീരുമാനിച്ചോ ആരെയാ നിങ്ങൾ സേവിക്കാൻ പോണേ? അപ്പൊ അവരെന്താ പറഞ്ഞേ? ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ യോശുവ പറഞ്ഞു, ഇല്ല, നിങ്ങളെ കൊണ്ട് അത് നടക്കുകയില്ല. അവൻ പരിശുദ്ധ ദൈവം, അവനെ സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പൊ അവര് പിന്നെയും പറഞ്ഞു, ഇല്ല 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 ഇല്ല, ഞങ്ങള് സേവിക്കും. ശരി, നിങ്ങൾ പറഞ്ഞതാണല്ലോ, നമുക്കിവിടെ ഒരു ഉടമ്പടി ചെയ്യാം. യോശുവ ഉടമ്പടി ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നമുക്ക് തെളിവായിട്ട് കാണാം. തോറ്റ് തൊപ്പിയിട്ട ഒരു ഇസ്രായേലിനെ നമ്മൾ അവിടെ കാണുന്നത്. അവർ പറഞ്ഞത് വെറും വാക്കായിരുന്നു. എന്താ? ഞങ്ങൾ സേവിക്കും, ഞങ്ങൾ സേവിക്കും. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് രക്ഷിക്കപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങൾ കേവലം വാക്കുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവരാണോ, അതോ പ്രവൃത്തിയിലും സത്യത്തിലും ദൈവത്തെ സേവിക്കുന്നവരാണോ? ഭക്തനായിരിക്കുക. ഭക്തന് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിശ്ചയം. അതുകൊണ്ട് കർത്താവിനെ സേവിക്കുക. നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾക്ക് എങ്ങനെ പ്രായോഗികമായി ഭക്തി ആചരിക്കാം? അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക പുരുഷൻ. ദൈവത്തിന്റെ സർവ്വസ്വരൂപത്തെയും ജഡരൂപത്തിൽ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് നമ്മളുടെ പ്രോട്ടോടൈപ്പ്, അവനാണ് നമ്മുടെ മാതൃക. ഒരു മനുഷ്യൻ ഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, യേശുവിനെ കുറിച്ച് ശരിക്കും പഠിക്കുക, അത് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുക. അത്ര മതി. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിന്റെ പിറകിൽ ഇല്ല. സഭ എന്തിനു വേണ്ടിയാ ദൈവം സ്ഥാപിച്ചത്? ഇതിനു വേണ്ടിയാ. എന്താ ഈ പ്രബോധനങ്ങളിലൂടെ നടക്കുന്നത്? എന്താ നമ്മൾ പ്രബോധനങ്ങളിലൂടെ പറയുന്നത്? യേശുവിനെ പോലെ ആയിത്തീരണം. ഇതാ നമ്മുടെ പ്രബോധനങ്ങളൊക്കെ. ഈ മൊത്തത്തിലുള്ള പിക്ചർ നമ്മളിൽ വരുത്തുവാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ദൈവസഭ. കൃപാവരങ്ങളുള്ള മനുഷ്യരെ കൊണ്ട് എങ്ങനെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ഉപദേശങ്ങൾ നൽകുവാൻ ദൈവം വെച്ചിരിക്കുന്ന സ്ഥാപനമാണ് ദൈവസഭ. അത്രയാണ് ദൈവസഭ ചെയ്യേണ്ടത്. പക്ഷെ പ്രായോഗികമാക്കേണ്ടത് ആരാ? അത് നമ്മൾ ഓരോരുത്തരോ. പറഞ്ഞ മനസ്സിലായല്ലോ. 4 കൂട്ടം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്. 30 മിനിറ്റ് വെച്ചിട്ട് ഞാൻ തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് തീർത്തും കുറവാണ് ആ സമയം. എങ്കിലും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത്, ദൈവഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ഒന്നാമത്തേത്, എനിക്ക് ദൈവവുമായി ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ദൈവവുമായിട്ട്. ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ഹ്യൂമൻ. പറഞ്ഞു മനസ്സിലായോ? എൻ്റെ കൂട്ടു സഹോദരനോടോ, എൻ്റെ ഭാര്യയോടോ, അല്ലെങ്കിൽ ഭർത്താവിനോടോ, എൻ്റെ മക്കളോടോ, ഞാൻ ആയിരിക്കുന്ന സഭയോടോ, സമൂഹത്തോടോ എനിക്ക് യാതൊരു പ്രതിബദ്ധതയും ഇക്കാര്യത്തിലില്ല. ഞാനും എൻ്റെ ദൈവവും. അതാണ് വിഷയം. ഞാനും എൻ്റെ ദൈവവും. 4 കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 1, ഞാൻ അവനെ അറിയണം. ദൈവത്തെ ഈ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ 2 പദപ്രയോഗങ്ങളുണ്ട് അവിടെ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ദൈവിക പരിജ്ഞാനം, 2 കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തുകൊള്ളട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള അറിവ്. കൊലോസ്യ ലേഖനം നമുക്കൊന്ന് എടുക്കാം ആ ഭാഗം. അതിന്റെ 10ാമത്തെ വാക്യമാണ്, 1:10. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണമെന്നും. 2 പരിജ്ഞാനങ്ങൾ. ഒന്നാമത്തെ പരിജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. 2ാമത്തെ പരിജ്ഞാനം ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം.
ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്, കാരണം അത് തന്നെ ഒരു മെസ്സേജാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി, ദൈവം എങ്ങനെയാണ് ചിന്തിക്കുക എന്ന് കണക്ക് കൂട്ടുന്നതിനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അഗതിയായ മനുഷ്യൻ വിശന്നും ദാഹിച്ചും വഴിയരികെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. എന്താ? ദൈവം സ്നേഹം ആകുന്നു. ബൈബിൾ മാത്രം നോക്കി നടക്കുന്ന ഒരുത്തൻ ബൈബിളിൽ ഇങ്ങനെ എടുത്തു നോക്കുക, വഴിയരികിൽ ഇരിക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു കൽപ്പനയുണ്ടോ? അങ്ങനെ ഒരു കൽപ്പനയില്ല. പറഞ്ഞ മനസ്സിലായോ? വഴിയരികിൽ ഇരിക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന് കൽപ്പനയില്ല. അത് കാരണം കൽപ്പനയില്ല, അതങ്ങ് മാറ്റിവെച്ചേക്കാം. ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയുമെങ്കിൽ ഞാൻ അവിടെ നന്മ ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാൻ വഴി ക്രോസ് ചെയ്യാനായിട്ട് ഈ വലിയ തിരക്കുള്ള ഒരു സ്ഥലത്ത് കുരുടനായ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റണല്ലോ അവനെ, കാരണം അറിയാലോ തിരക്കുള്ള വഴിയാണ്. ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവൻ കൈപിടിച്ച് നടത്തും വേഗം. അതെന്താ? കുരുടന് വഴി കാട്ടണം, അത് നീതി ആണ്. ദാറ്റ് ഈസ് റൈറ്റ്. എന്താ ഈ റൈച്ചസ്നെസ് എന്ന് വാക്കിന്റെ അർത്ഥം? ദാറ്റ് ഈസ് വാട്ട് ഈസ് റൈറ്റ്, ഈസ് റൈച്ചസ്. പറഞ്ഞു മനസ്സിലായോ? കുരുടൻ വണ്ടി അടിച്ച് പോകാതിരിക്കണമെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം, അത് റൈറ്റ് ആണ്. അതെങ്ങനെ എനിക്ക് കിട്ടുന്നേ? എന്റെ ദൈവത്തെ എനിക്കറിയാം, അതുകൊണ്ട് അത് കിട്ടുന്നേ. മനസ്സിലായല്ലോ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം? ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനം വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? തമ്മിൽ പ്രബോധിപ്പിക്കണം. ദൈവേഷ്ടമാണ്, ഇതിൽ എഴുതിയിട്ടുണ്ട്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യണം. ദൈവേഷ്ടത്തിന്റെ പരിജ്ഞാനം. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും ദൈവേഷ്ടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിലും എന്ത് വായിക്കണം? ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കാതെ ദൈവത്തെക്കുറിച്ചും പഠിക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചും പഠിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ദൈവമായിട്ട് ഞാൻ നിരപ്പ് പ്രാപിക്കേണ്ടത് വചനം എന്ന വിഷയത്തിലാണ്. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രമമായി ദിവസവും നിങ്ങൾ വചനം ധ്യാനിക്കുന്നവരാണോ? അവനവൻ പറഞ്ഞാൽ മതി, എന്നോട് ഉത്തരം പറയണ്ട. ഇത് കർത്താവ് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. നിങ്ങൾ ക്രമമായി ദൈവവചനം ദിവസം തോറും ധ്യാനിക്കുന്നവരാണോ? ക്രമം എന്ന് പറയുമ്പോൾ ഒരു സമയം ഉണ്ടാവും, പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ ഒരു രീതിയായിരിക്കും അത്, നിന്റെ ശീലമായിരിക്കും. ഞാൻ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഉത്തരം പറയും. പല്ല് എല്ലാ ദിവസവും തേക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? നിങ്ങൾ തേക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ക്ലിയറാ. അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. പല്ല് തേക്കാത്തവർ എല്ലാവരും പല്ല് തേക്കുന്നവരാ. അതെന്താ അങ്ങനെ? അത് നമ്മുടെ ശീലമാണ്. ദൈവവചനം പഠിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ശീലമാണ്. അവൻ അതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. ഇനി നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് നോക്കാം. കർത്താവ് എങ്ങനെയായിരുന്നു? ലൂക്കോസ് 4:16 ഇങ്ങനെ നാം വായിക്കുന്നു. അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് വന്നു. ആരാ നമ്മുടെ മാതൃകാപുരുഷൻ? കർത്താവായ യേശു ക്രിസ്തു. വി നാഗൽ സാഹിബ് പാടിയിട്ടുള്ള ഒരു പാട്ടിൽ ഇങ്ങനെയുണ്ട്, ശൈശവം മുതൽ തിരുവെഴുത്തുകളെ ശൈശവം മുതൽ സ്നേഹിച്ച ആരാഞ്ഞ യേശുവേ, ഗുരു നീ തന്നെ, വചനം നന്നെ ഗ്രഹിപ്പിക്ക നിൻ ശിഷ്യനെ. ഞാൻ വിചാരിക്കും ഇവരെന്തൊരു ഭക്തന്മാരായിരുന്നു. നമ്മളൊക്കെ ഇപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങിയത്. ഈ വി നാഗൽ എന്ന് പറയും, നിങ്ങൾ വി നാഗലിന്റെ പാട്ടുകളൊക്കെ ഒന്ന് എടുത്ത് പാടി നോക്കിക്കോളൂ. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഗോഡ്ലി പേഴ്സൺ ഐ ഹാവ് സീൻ. കാരണം തന്റെ പാട്ടുകളിലൊക്കെ ഈ തീം വളരെ ക്ലിയർ ആണ്. KV സൈമൺ സാറിന്റെ പാട്ടുകൾ നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിക്കോ. ഗോഡ്ലി മാൻ ആയിരുന്നു. കാരണം തന്റെ പാട്ടുകളിൽ ഈ സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ. പല പാട്ടുകാരുടെ പാട്ടുകൾ എടുത്ത് പഠിച്ചു നോക്കിക്കോ. യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം. ഇതാ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് എന്തോ പുതിയ കാര്യം. അല്ലല്ല, ഇത് ബിബ്ലിക്കൽ ട്രൂത്ത് ആണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്ത് ആണ്. ഇത് കാലങ്ങൾക്ക് മുന്നമേ ദൈവം എഴുതി വെച്ച സത്യമാണ്. നമ്മൾ മറന്നുപോയി, അത്രയേ ഉള്ളൂ.
തിരുത്തേണ്ട സമയമായി. വചനത്തിന് കൃത്യം സമയം കൊടുക്കണം. അതെന്താ കാരണം? വചനം കൃത്യമായിട്ട് നാം പഠിക്കുന്നില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾക്ക് ഉണ്ടാവുകയില്ല. ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും നമ്മൾക്ക് ഉണ്ടാവുകയില്ല. ദൈവത്തെക്കുറിച്ചും ദൈവ ഇഷ്ടത്തെക്കുറിച്ചും പരിജ്ഞാനമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുക? അല്ലേ? എന്താ ആവണ്ടേന്ന് അറിയണമല്ലോ, ചുരുങ്ങിയ പക്ഷം അല്ലേ? പഠിക്കാൻ പോകുന്ന കുട്ടികൾ സിലബസ് എങ്കിലും ഒന്ന് വായിച്ചു നോക്കണമല്ലോ. പുസ്തകം മുഴുവൻ വായിച്ചില്ലെങ്കിലും എന്താ പഠിക്കുന്നത് അല്ലേ? സിലബസ് എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. മിടുക്കന്മാരോ സിലബസ് അല്ല, മുഴുവനും പഠിക്കാൻ ശ്രമിക്കും. വചനം പഠിക്കണം. വചനം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. നമ്മൾ ജീവിക്കണമെങ്കിൽ വചനം പഠിക്കണം. ഞാനൊരു കാര്യം പറയാം, പുകഴ്ചയ്ക്കായിട്ട് പറയല്ല. നമ്മൾ ദിനം പ്രതി വചനം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള ധാരാളം ചിന്തകൾ ദൈവം തരും. എഴുതി വെക്കാൻ പറ്റൂ. ഇത് നിങ്ങൾ വായിക്കുന്നതൊന്നും വൃഥാവാകുകയില്ല. നിങ്ങൾക്ക് ധാരാളം ആലോചനകൾ ദൈവം തരും. സഭയിൽ വചന ശുശ്രൂഷയ്ക്ക് ഒരു പഞ്ഞവും ഉണ്ടാകുകയില്ല. അതെന്താ? ദൈവം നൽകും ധാരാളം ആലോചനകളെ. ഇത് ഒരു കലവറയാ ശരിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തുമാത്രം കിട്ടുമെന്നറിയാമോ? പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ ഭക്തനാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവം. സാധിക്കും പ്രിയമുള്ളവരെ. പലപ്പോഴും എന്നോട് പലരും ചോദിക്കും ഇവാഞ്ചലിസ്റ്റ് ആണോ എന്ന്. കാര്യം ഇവാഞ്ചലിസ്റ്റുകൾക്ക് സംസാരിക്കാൻ കഴിയുമെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. ഞാൻ ഒരു സത്യം പറയാം, അത് നിങ്ങളുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി പറയാം. ഇവാഞ്ചലിസ്റ്റ് ഒന്നും ആകണ്ട വചനം സംസാരിക്കാൻ. അതെന്താ? ഭക്തനായിരുന്നാ മതി. ഇവാഞ്ചലിസ്റ്റിന് പ്രത്യേക കൃപാവരങ്ങൾ വേറെയുണ്ട്. സുവിശേഷം എന്ന വിഷയത്തിൽ അവന് വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട്. അത് അവൻ അറിയുകയും ചെയ്യും. ആത്മാക്കളെ കുറിച്ചുള്ള അവന് ഭാരമുണ്ട്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കേണ്ടതിന് ബൈബിൾ സ്കൂളിൽ പോകേണ്ട ആവശ്യം ഇല്ല. ദൈവവചനം പഠിക്കേണ്ടതിന് ഇവാഞ്ചലിസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ദൈവവചനം പഠിക്കേണ്ടതിന് ദൈവവചനവുമായിട്ട് ഇരിക്കുവാൻ മനസ്സ് നിനക്ക് വേണം. അങ്ങനെ നീ ഇരുന്നാൽ ദൈവം നിന്റെ പാത്രത്തെ നിറച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾക്കതിന് മനസ്സ് വേണം പ്രിയമുള്ളവരെ. ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൾട്ടിവേറ്റ് ചെയ്യണം. ഒരു ദിവസം പോലും ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം പഠിക്കാതിരിക്കരുത്. നമ്മുടെ കർത്താവ് ബാലനായിരുന്നപ്പോൾ തന്നെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാ. ഈ ജ്ഞാനം എന്ത് ജ്ഞാനാ? ലോകജ്ഞാന ഇല്ല. കർത്താവിനെ നോക്കിയിട്ട് പരീക്ഷന്മാർ പറഞ്ഞു ഇവൻ ശാസ്ത്രം അഭ്യസിക്കാത്ത ഇവനാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനമൊക്കെ? അതിന്റെ അർത്ഥം എന്താ? കർത്താവ് വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ നമുക്കൊരു ചോദ്യം, അവൻ തന്നെയല്ലേ വചനം, പിന്നെ എന്തിനാ അവൻ പഠിക്കണേ? ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല എക്സ്ക്യൂസ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് സകല നാമത്തിനും മേലായ നാമം നൽകി അനുഗ്രഹിച്ചത് ദൈവപുത്രനായതുകൊണ്ടല്ല, പിന്നെയോ അനുസരണം പഠിച്ച് തികഞ്ഞവനായതുകൊണ്ടാണ്. അതാണ് മാതൃക. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, ദൈവപുത്രനായതുകൊണ്ടാണ് അവൻ വചനം പഠിച്ചെന്ന്. നോ, അവൻ ഇരുന്ന് വചനം പഠിച്ചു. ഇരുന്ന് അതിന് സമയമുണ്ടായിരുന്നു കർത്താവിന്. പതിവ് പോലെ വചനം വായിപ്പാൻ ചെന്നു. തൻ്റെ ഹാബിറ്റായിരുന്നു അത്. ഇന്ന് നമ്മൾക്ക് ഈ സമ്പൂർണ്ണ ബൈബിള് കയ്യിലിരിക്കുക. അവിടെ എങ്ങനെയായിരുന്നു അറിയാമോ? സ്ക്രോൾസ് ആണ്, ചുരുളുകൾ. അത് ഇരിക്കുന്നിടത്ത് സിനഗോഗിൽ പോയി അത് മേടിക്കണം. അത് മേടിച്ചു കൊണ്ടതിന് ചുരുട്ടി എവിടെ വായിക്കേണ്ടതെന്ന് വെച്ചാൽ വായിച്ചിട്ട് അതുപോലെ തിരിച്ചു കൊടുക്കണം. കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എന്തുമാത്രം പ്രിവിലേജാ. എന്നിട്ടും അവര് വന്ന് നമ്മെ ചെവിട്ടത്തടിക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ അന്നുണ്ടായിരുന്നവര്, അവർക്ക് എന്തുമാത്രം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ പഠിച്ചു. അപ്പസ്തോലന്മാര്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സമ്പൂർണ്ണ ബൈബിളും കൊണ്ട് നടക്കണേന്ന്? ഇല്ല. അവരുടെ ആരുടെയും കയ്യിൽ ബൈബിളില്ല. തിരുവഴുത്തുകളൊക്കെ അന്ന് എഴുതപ്പെട്ടത് ശാസ്ത്രിമാരും അവരൊക്കെ കീപ്പ് ചെയ്യുന്ന സ്ക്രൈബ്സ്, അവരുടെ കയ്യിലേ ഉള്ളൂ തിരുവചനം. അതും കയ്യിലല്ല, സിനഗോഗുകളിലും പള്ളികളിലും ഒക്കെ. പറഞ്ഞു മനസ്സിലായല്ലോ? അതിന്റെ മധ്യേ അവർ പഠിച്ചിരുന്നു. നമ്മൾക്ക് ഇത്രയും പ്രിവിലേജ് കിട്ടിയിട്ടും 1, 2, 3, 4 ബൈബിളുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ടും നമ്മൾ വചനം പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കരല്ല. ചൈനയിലും നോർത്ത് കൊറിയയിലുള്ള വിശ്വാസികളെ കുറിച്ച് കേട്ടിട്ടുള്ള വചനം അവരുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല. അവിടെ നടന്ന ഒരു കാര്യത്തിന് ടെസ്റ്റിമണി ഞാൻ വായിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ജയിലിൽ കിടക്കുന്ന നോർത്ത് കൊറിയയിലെ ഏറ്റവും ശീതം ഉള്ള സ്ഥലത്ത്
അവരെ ജയിലിൽ കൊണ്ടിടുക, നന്നായി ഭക്ഷണം കൊടുക്കുകയല്ല, അങ്ങനെ കിടന്ന് ചാകാൻ വേണ്ടിയാ. ക്രിസ്ത്യാനികളാ. അവർ അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയാമോ? ഐസിന്റെ ബ്ലോക്കില് വചനം എഴുതും. എന്നിട്ട് അവര് പോകും. അടുത്ത ആള് വന്നത് വായിക്കും. തെളിവുണ്ടാകാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ ഐസ് കവറായി പോകും. ഇങ്ങനെ എഴുതി എഴുതി കയ്യിന്റെ വിരലിന്റെ അഗ്രം നഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട് അവിടെ. ഐസിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്പായിട്ട് അനക്കമില്ലാതെയാവും, രക്തോട്ടമില്ലാതെയാവും. കൈകൾ നഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരിമാര്. അങ്ങനെയാണ് അവർ വചനത്തെ സ്നേഹിക്കുന്നത്. നമ്മൾ എന്തുമാത്രം പ്രിവിലേജാ, എന്നിട്ട് എന്തുവാ നമ്മൾ ചെയ്യുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും ക്രമമായി വചനം പഠിക്കുന്നില്ല എങ്കിൽ നമ്പർ 1, വചനം പഠിക്കണം. അതിന് സമയം ചെലവഴിക്കണം. അത് ദൈവത്തിന്റെ പ്രസാദമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അതിനോട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, വചനം പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വചനം വായിക്കുക മാത്രം ചെയ്ത കാര്യമില്ല, അത് വിശ്വാസമായി തീരണം നമ്മളിൽ. ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണ് അരുളി ചെയ്തത്, അത് സത്യമാണ് എന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്താലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വചനം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തവന് എവിടെയാ വിശ്വാസം ഉണ്ടാകുക? പല വിശ്വാസികളും ഭയങ്കര സ്ട്രോങ് ആണ് പ്രശ്നങ്ങൾ വരണവരെ. പ്രശ്നം വന്നു കഴിഞ്ഞു കഴിയുമ്പോ ആകെ ഈ വെള്ളത്തിൽ നിന്ന് പുറത്ത് പിടിച്ചിട്ട മീനിന്റെ പോലെയാവും. അതെന്താ? പെടയലോട് പെടയലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ആകയാൽ എന്റെ ഈ വചനം കേട്ട് അതിന്മേൽ പണിയുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യന് തുല്യ. അതുമ്മ കാറ്റടിക്കും, അല വന്നടിക്കും, കുലുങ്ങില്ല. അതെന്താ? അതിന് അടിസ്ഥാനം കറക്റ്റാ. ക്രിസ്തുവാണ് അവന്റെ അടിസ്ഥാനം. ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലൊന്നും വീഴൊന്നുമില്ല. അതെന്താ? ഞാനത് ഇന്നിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് പറയായിരുന്നു. ഞാനത് നിങ്ങളോട് ഇനിയും പറയാനായിട്ട് വരികയാണ്. നമ്മളുടെ അടിസ്ഥാനം ക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും ക്രിസ്തുവിലായിരിക്കും, എന്നിലല്ല. പറഞ്ഞത് മനസ്സിലായോ? അത് എന്റെ പ്രശ്നമല്ല, പിന്നെ ആരുടെ പ്രശ്ന? കർത്താവിന്റെ പ്രശ്ന. ഞാനത് അനുഭവിക്കുന്നതേ ഉള്ളൂ. പ്രശ്നം തന്റെയാ. അത് സോൾവ് ചെയ്യേണ്ടത് കർത്താവാ, ഞാനല്ല. ഇത് ഞാൻ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഞാനൊരു പാത്രം മാത്രമായിരിക്കും, അവനായിരിക്കും എൻ്റെ കർത്താവ്. ഓണറിന്റെ വിഷയമാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത്. ഇത് തന്നെയല്ലേ പത്രോസിന്റെ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ കരുതുന്നു. വിശ്വാസം വേണം ഇതിന്. ഇല്ലാത്തവൻ എന്ത് പറയും? അയ്യോ, എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയേ, അല്ലേ? എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയേ? കർത്തൃത്വത്തെ ശരിക്കും മനസ്സിലാക്കിയവൻ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതെന്താ? നിന്റെ മേൽ കർത്താവിന് സമ്പൂർണ്ണ അധികാരം ഉണ്ട്. അത് നീ എഴുതി കൊടുത്തതാ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തതാ? എന്നാ അങ്ങനെ പറഞ്ഞത്? നിനക്ക് എൻ്റെ മേൽ സമ്പൂർണ്ണ അധികാരം ഉണ്ടെന്ന്. യേശുവേ, നീ എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ ദിവസം രക്ഷിക്കപ്പെടണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? അന്ന് പറഞ്ഞത് നീ എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ യജമാനാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും നീയാണ് കർത്താവ്, നീയാണ് ഉത്തരവാദി. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കും, നീ എന്നെ ചുമന്നാ മതി. ഇതാണ് യഥാർത്ഥ വിശ്വാസി. വിശ്വാസമുണ്ടെങ്കിലേ ഇത് നടക്കൂ. കേവലം വചനം വായിച്ചാൽ പോരാ, അത് വിശ്വാസമായി നമ്മിൽ പരിണമിക്കണം. മൂന്നാമത്തെ കാര്യം, അത് വിശ്വാസം മാത്രം പോരാ, പ്രത്യാശയായി തീരണം. എന്താ ഈ വിശ്വാസവും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം? വിശ്വാസം എന്ന് പറയുന്നത് എന്താ നമ്മളൊന്ന് ആദ്യമേ മനസ്സിലാക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങ് ആഗ്രഹിച്ചാൽ കിട്ടുമെന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ ആശിക്കുന്നതിന്റെ ഉറപ്പ് ദൈവവചന പ്രകാരമായിരിക്കണം. ഇപ്പൊ ചിലര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കാത്തിരുന്നപ്പോ എന്താണ് പരിശുദ്ധാത്മാവ് കിട്ടുമെന്നും പറഞ്ഞിട്ടിരിക്കുന്ന ടീമുകളുണ്ട്. കാത്തിരുന്ന ഒരിക്കലും പരിശുദ്ധാത്മാവ് കിട്ടില്ല. അതെന്താ? അത് ദൈവമക്കളോട്
യെരുശലേമിൽ കാത്തിരിക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് ഇവിടെയും കാത്തിരിക്കാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാത്തിരുന്ന പരിശുദ്ധാത്മാവ് കിട്ടുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. യെരുശലേമിൽ പോയി കാത്തിരിക്കാം, ഇപ്പൊ പോയിട്ട് കാര്യമില്ല, അത് അന്ന് കാത്തിരിക്കണമായിരുന്നു, ഇപ്പൊ പോയിട്ടും കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ലഭിക്കുന്നേ? ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്ത വിഷയം നമ്മൾ എങ്ങനെ പ്രാപിക്കുന്നേ? വിശ്വാസത്താൽ. ഗലാത്യ ലേഖനം എടുത്ത് വായിച്ചാൽ മതി, എനിക്ക് അതിൽ പോകാൻ സമയമില്ല. അബ്രാഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം, ലോകത്തിലെ സകല ജാതികളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം എന്താണ്? ദൈവം നമ്മിൽ വസിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മിൽ വസിക്കുക അഥവാ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത് വിശ്വാസത്താലാണ്. എപ്പോൾ? രക്ഷിക്കപ്പെടുമ്പോൾ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. When we are born again, that moment Holy Spirit entered our life. അതാണ് സത്യം. അങ്ങനെ ഇരിങ്ങി പിന്നെ കാത്തിരുന്ന് കിട്ടുന്നത് എന്തുവാ? അത് കിട്ടുന്നവൻ ഉത്തരം പറയട്ടെ. ഞാനത് അവിടെ വിടുകയാണ്. വിശ്വാസം വചനാനുസരണമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വചനം നന്നായി പഠിക്കണം. നമ്മുടെ വിശ്വാസം വെറും വിശ്വാസമാണോ അതോ ദൈവവചനാനുസരണമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. ദൈവവചനാനുസരണമാണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, ദൈവം അത് നടത്തും. അതെന്താ? ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും ഊവ് എന്നും പിന്നെ ഇല്ല എന്നുമല്ല. അവനിൽ എല്ലാം ഊവ് എന്നത്രേ. കർത്താവ് പറഞ്ഞാൽ വാക്ക് മാറില്ല. അതുകൊണ്ട് താൻ ദൈവമായിരിക്കുന്നത്. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നടക്കുവോ? നടക്കും. അതെന്താ? പറഞ്ഞത് ദൈവമാണ്. ഇതിനെ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് എഴുതി തന്നിട്ടുണ്ട് ദൈവം. എനിക്ക് വിശ്വാസമുണ്ട്, നടക്കും. എന്റെ കർത്താവ് മടങ്ങി വരും, എന്നെ അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. എനിക്കറിയാം. അതെങ്ങനെ എനിക്കറിയുന്നേ? എന്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വിശ്വാസമാണ്, ഉറപ്പാണ്. പ്രത്യാശ എന്താ? പ്രത്യാശ ഇത് എപ്പോഴാ നടക്കാന്ന് നോക്കിയിരിക്കുന്നതാ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ ബ്രദർ പറഞ്ഞു, ഞാൻ 5:37 വരുമെന്ന് പറഞ്ഞു. 5:37 എനിക്ക് വരാൻ പറ്റിയില്ല, കാര്യം ഡിലേ ആയി. പക്ഷെ സഹോദരന് 100% ഉറപ്പുണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. അല്ലേ? 100% ഉറപ്പുണ്ടായിരുന്നു വരും. കാരണം എൻ്റെ വാക്ക് താൻ വിശ്വസിച്ചു. എൻ്റെ വാക്ക് വിശ്വസിച്ചാൽ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല, അത് വേറെ വിഷയം, പോട്ടെ. കർത്താവ് പറഞ്ഞ വാക്ക് ഒരിക്കലും മാറില്ല. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. 100% വിശ്വാസമുണ്ട്. എപ്പോൾ വരും? അത് നോക്കിയിരിക്കുന്ന കണ്ണിനെയാണ് പ്രത്യാശ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ കാത്തിരിക്കുകയാണ്. എപ്പോഴാ വരിക? എപ്പോഴാണ് വരിക? വിശ്വാസം ക്ഷീണിച്ചാൽ എന്ത് ക്ഷീണിക്കും? പ്രത്യാശയും ക്ഷീണിക്കും. അതെന്താ? വിശ്വാസം സ്ട്രോങ് ആകുന്നിടത്തോളമേ എൻ്റെ പ്രത്യാശയും സ്ട്രോങ് ആവുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രത്യാശയ്ക്ക് അടിസ്ഥാനം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുമെന്ന്, സഹോദരൻ അറിയാൻ ഞാൻ വരില്ല എന്നാണെങ്കിൽ കാത്തിരിപ്പുണ്ടോ? പിന്നെ വേറെ വല്ല തൊഴിലിനും പോകും അല്ലേ സഹോദര? എന്താ അതിന്റെ അർത്ഥം? വിശ്വസിക്കുന്നില്ല, പ്രത്യാശയില്ല. വിശ്വാസമുണ്ടെങ്കിലേ പ്രത്യാശ ഉണ്ടാകൂ. ഒന്ന്, ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുമെന്നുള്ള ഉറപ്പാണെങ്കിൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുന്നതാണ് പ്രത്യാശ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയും നമ്മളിലുണ്ട്. പക്ഷെ വിശ്വാസത്തിന്മേലാ പ്രത്യാശ ഇരിക്കുന്നത്. വിശ്വാസം ക്ഷീണിച്ചാൽ പ്രത്യാശയും ക്ഷീണിക്കും. പ്രത്യാശ, ഞാൻ ഇങ്ങനെ പറയാം, വിശ്വാസത്തിന്റെ മേലെ ക്രീം പോലെ, പാലിന്റെ മേലെ പാടയിരിക്കുന്ന പോലെയാ പ്രത്യാശ. അതതിന്റെ ബ്യൂട്ടിയാണ്. പ്രത്യാശ ക്ഷീണിക്കാതെ സൂക്ഷിക്കണം. ഇത് രണ്ടും എവിടെ നമുക്ക് കിട്ടുക? എവിടെന്നാ കിട്ടുക? വചനം പഠിക്കണം. ഇത് പഠിക്കാത്തവന് ഞാൻ പറയാം, you will not have good faith, nor you will have good hope. യഥാർത്ഥ വിശ്വാസവും പ്രത്യാശയും നിനക്കില്ല വചനം വായിച്ചില്ലെങ്കിൽ. ഈ വചനം നിനക്ക് ഏറ്റവും ഹൃദ്യമായിരിക്കണം, സമീപമായിരിക്കണം. അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും അധികം വിശ്വാസം ഉണ്ടായിരുന്നത് ആർക്കാ? ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്ന ആർക്കാ? ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ.
എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ ആശങ്കയിലാണ് ഇപ്പോ. ഏറ്റവും അധികം വിശ്വാസം ഉണ്ടായിരുന്നത് കർത്താവിനാണ്. അവനെയാണ് ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകൻ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത്. പിതാവ് ഏത് കാര്യവും പറഞ്ഞാൽ അത് പൂർണ്ണമായി വിശ്വസിച്ചവനാ പുത്രൻ. പുത്രൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു കാര്യം അപേക്ഷിക്കുന്നതിന് മുൻപേ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന്. ഇതെങ്ങനെ കർത്താവിന് പറയാൻ പറ്റാത്ത, എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ? പറഞ്ഞു മനസ്സിലായോ? താൻ അനുഭവിക്കാത്ത കാര്യമാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റാ? അതിന്റെ അർത്ഥം എന്താ? താൻ പറഞ്ഞു തുടങ്ങിയതും പ്രവർത്തിച്ചു തുടങ്ങിയതല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. താൻ പ്രവർത്തിച്ചതും പറഞ്ഞതും, താൻ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും, താൻ ആദ്യമേ പ്രായോഗികമാക്കിയിട്ടേ കർത്താവ് ആരെയും പഠിപ്പിച്ചിട്ടുള്ളൂ. വിശ്വാസത്തിന്റെ നായകനായിരുന്നു കർത്താവ്. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനിൽ കൂടെ മനുഷ്യകുലത്തിന് ചെയ്യേണ്ടുന്ന സകല കാര്യങ്ങളും തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ താൻ പഠിക്കുക മാത്രമല്ല, സമ്പൂർണമായി അതിൽ വിശ്വസിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ യാചിക്കുന്നവൻ ആയിരുന്നു. ഇനി പ്രത്യാശ. കർത്താവിന് പ്രത്യാശ ഉണ്ടായിരുന്നോ? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. അതെന്താ? അതാണ് പ്രത്യാശ. വീണ്ടെടുപ്പ് വരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ഇരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നതിന്റെ ആശയം, കർത്താവാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത, കർത്താവാണ് പ്രത്യാശയുടെ പൂർണ്ണത. പിന്നെ നമ്മളും കർത്താവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒരു രസികമായ ഭാഷയിൽ പറഞ്ഞു തരാം. നമ്മൾ ഒരു തെങ്ങ് നട്ട് അത് മുളയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്, അത് വളർന്നൊരു കൊല കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. കർത്താവ് തെങ്ങിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നാ പ്രതീക്ഷിച്ചത്. മനസ്സിലായോ? നമ്മൾ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കർത്താവ് അതിനെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ച് അല്പം 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 ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചവനാണ് കർത്താവ്. മനസ്സിലായോ? നമ്മൾ തേങ്ങയിൽ വിശ്വസിച്ചപ്പോൾ കർത്താവ് തെങ്ങിനെയാണ് ഉണ്ടാക്കിയത്, നമ്മളെയാണ് ഉണ്ടാക്കിയത് കർത്താവ്. തന്റെ പ്രത്യാശ വിഷയം നാം ആയിരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആരായിരുന്നു ആ സന്തോഷം? നമ്മളായിരുന്നു ആ സന്തോഷം. അതാ വീണ്ടെടുപ്പ്. ലോക ജനത മുഴുവൻ ഇരുട്ടിൽ കിടക്കുമ്പോൾ, ആ വിഷയം നിങ്ങളൊന്ന് കാണണം. ആദാം മരിച്ചപ്പോൾ ഈ ഭൂമി ഇരുണ്ടു. പിന്നെ ഒരു മനുഷ്യൻ പോലും വെളിച്ചമുള്ളവനല്ല. അതിന് നിങ്ങളൊന്ന് ഗ്രാഫിക്കലി പിക്ചറൈസ് ചെയ്ത് അതിന്റെ ടെറർ മനസ്സിലാവും. ആദാം മരിച്ച നാൾ മുതൽ എല്ലാ മനുഷ്യരും ഇരുട്ടിലാണ്, പാപം. എന്നാൽ കർത്താവ് ദൈവപുത്രൻ കണ്ട പ്രത്യാശ, ചില വിളക്കുകൾ എഴുന്നേൽക്കും, വെളിച്ചങ്ങൾ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്ന് അനേക വെളിച്ചങ്ങൾ അവിടെ ഇവിടെ എഴുന്നേൽക്കുകയാണ്. പറഞ്ഞു മനസ്സിലായോ? ഈ ഇരുണ്ട് കിടക്കുന്ന ഈ ലോകത്തിൽ അവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. അതായിരുന്നു തന്റെ പ്രത്യാശ. ആ സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവനാണ് നമ്മളുടെ മോഡൽ. അതുകൊണ്ട് ദൈവവചനം ശരിക്ക് പഠിക്കണം, വിശ്വാസത്തെ ബലപ്പെടുത്തണം, പ്രത്യാശയുള്ളവരായി തീരണം. നാലാമത്തെ കാര്യം, ദൈവവുമായിട്ട് എനിക്ക് നല്ല മനസാക്ഷി വേണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ കാര്യം, പ്രാർത്ഥന. ദൈവവചനം പഠിക്കുന്നതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കണം. പ്രാർത്ഥന കൂടാതെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയുകയില്ല. അഗെയിൻ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ക്രമമായി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? അതോ പ്രത്യേകിച്ച് സഹോദരിമാരോടാണ് ആ ചോദ്യം, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതോ, ഞാൻ നിങ്ങളെ കുറ്റമായിട്ട് പറയല്ലോ കേട്ടോ, എൻ്റെ ഭാര്യയും കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ അവളെ ശാസിക്കും, ഇടി അതൊക്കെ അവിടെ നിർത്ത്, ഇതൊന്നുമല്ല വലിയ കാര്യം, നീ പോയി ക്രമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അത് കുറയ്ക്കുക, ഇത് കുറയ്ക്കുക, അതാണ് വേണ്ടത്. സഹോദരിമാർക്കാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം. കാരണം എല്ലാം സെറ്റാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാതിരിക്കാൻ. പലപ്പോഴും അപ്പോഴേക്കും നിങ്ങൾ വളരെ ക്ഷീണിതർ ആയിരിക്കും. എന്നാൽ ക്രമമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനൊരു ക്രമമുണ്ട്, കുളിക്കുന്നതിനൊരു ക്രമമുണ്ട്, സകലത്തിന് നിങ്ങൾക്ക് ക്രമമുണ്ട്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ക്രമം വേണ്ടേ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശരിയായി ദിവസവും സമയം കൊടുക്കുന്നവരാണോ?
പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഴ്ചയിൽ ചില സമയങ്ങൾ വേർതിരിക്കാറുണ്ടോ? മക്കളെ പ്രതി നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ചില തോൽവികളുടെ മധ്യേ നിൽക്കുമ്പോൾ ഉപവാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ മനസ്സ് വെക്കാറുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥന കൂടാതെ സാധിക്കുകയില്ല. കർത്താവെ നീ സകലവും അറിയുന്നു, മാത്തനിതാ മലക്കുന്നു, ഇതൊന്നും അവിടെ പരിക്കില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായല്ലോ? നിന്റെ ആവശ്യങ്ങൾ കൃത്യമായി കർത്താവിനോട് പറയണം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്, പക്ഷേ യേശുവേ എന്ന് നീ വിളിക്കണം. അത് കർത്താവിന് ആവശ്യമാ. എന്താ? നമ്മൾ കാണുന്നതിനപ്പുറം ഒരു ആത്മീയ യുദ്ധം ഇതിന്റെ പിറകിൽ നടക്കുന്നുണ്ട്. നിന്റെ ജീവന്റെ മേൽ ദൈവത്തിന് അധികാരമുള്ളത് പോലെ തന്നെ നിന്റെ ശരീരത്തിന്റെ മേൽ പിശാചിനും ഒരു അധികാരം ഉണ്ട്. അതെന്താ? പാപം ഇതിനകത്തുണ്ട്. ആ അധികാരം മാറിപ്പോകുന്നത് വീണ്ടെടുപ്പ് നാളില. ഏതാ? പുനരുത്ഥാന നാളില്. അവന്റെ സമ്പൂർണ്ണ അധികാരം ഇതിൽ നിന്ന് മാറിപ്പോവും. അവന്റെ ടൂൾ എടുത്ത് കളയും ദൈവം. പാപം എന്നുള്ള ടൂള്. ഇന്ന് നമ്മളെ തോൽപ്പിക്കുന്നത് അത് വെച്ചിട്ടാണ് അവൻ. നമ്മൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമ്മെ രക്ഷിക്കും. വിളിച്ചപേക്ഷിക്കാത്തിടത്തോളം അവനും നമ്മുടെ മേൽ ഒരു ക്ലെയിം ഉണ്ട്. നീ പ്രാർത്ഥിക്കാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ പലപ്പോഴും സഹായിക്കാൻ കഴിയാതെ പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബൈബിളിലുള്ള ഭാഗങ്ങൾ എടുത്തു, ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കാം. നീ അല്ലാതെ ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് സഹായിച്ചോളും. ചിലപ്പോഴൊക്കെ ദൈവം കരുണ കാണിക്കാറുണ്ട്. അത് എൻ്റെ ബെനിഫിറ്റ് കൊണ്ടല്ല, മറ്റുള്ള വല്ലവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ചില അമ്മമാരുടെ കണ്ണുനീർ ചില മക്കളെ രക്ഷിക്കാറുണ്ട്. ദൈവം അവരുടെ പ്രാർത്ഥനയെ ആദരിക്കും. അവര് വിചാരിക്കുന്നത് ദൈവത്തെ അറിയാതെ നടന്നാലും അങ്ങ് നടക്കുമെന്നാ. ഇല്ലില്ലില്ല, ചിലരുടെ പ്രാർത്ഥനയാണ് നമ്മെ നിലനിർത്തുന്നത്. പ്രാർത്ഥിക്കാതെ ഒന്നും നടക്കുകയില്ല കേട്ടോ. പ്രാർത്ഥിക്കാതിരിക്കുന്ന വിശ്വാസി വെറും വിഡ്ഢിയാണ്. നീ നിന്നെ തന്നെ എക്സ്പോസ് ചെയ്യാണ് പിശാചിന്. നിന്റെ വാതിലുകളെ നീ തുറന്നിട്ട് കൊടുക്കുകയാണ്. നിന്റെ മതിലുകൾ ഇടിച്ചു നിരത്തി വിടുകയാണ്. നിന്നെ ആക്രമിക്കുവാൻ നിന്റെ ശത്രുവിന് ഇട കൊടുക്കുകയാണ്. പ്രാർത്ഥനയാലല്ലാതെ നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അത് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ബുദ്ധി ജ്ഞാനമുള്ള വ്യക്തികളായിട്ടാണ്. എന്തിനാ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? താൻ ദൈവപുത്രനല്ലേ. നമ്മളെ പ്രായലേഖനത്തിൽ എന്താ വായിക്കുന്നത്? കർത്താവ് തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക പദം. കർത്താവ് തന്നെ അങ്ങനെയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനേക്കാളും മികച്ചവരാണോ നാം? ഒരിക്കലുമല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അത്രയെങ്കിലും ചെയ്യണം. ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ കണ്ണുനീരോടും ഉറച്ച നിലവിളിയോടെ. എന്ത് ഉറച്ച നിലവിളി? വല്ലാതെ വേദന എടുക്കുമ്പോൾ അലറി കരയുന്നതാണ് ഉറച്ച നിലവിളി. തന്റെ പ്രാർത്ഥനാ വേളകൾ അങ്ങനെയായിരിക്കും. കരഞ്ഞ് വിലപിച്ച് ദൈവസന്നിധിയിൽ തന്റെ പിതാവിന്റെ അടുത്ത്. We cannot believe that has happened, but it is declared. It has happened. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ ഈ കുട്ടിക്കളികളൊക്കെ വിട്ടുകളയണം. വിശ്വാസിയാണെന്നും പറഞ്ഞ് സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും പ്രാർത്ഥിച്ചൊന്നും നടക്കണ്ട. കൃത്യമായി പ്രാർത്ഥിക്കണം. അതാണ് ഭക്തൻ. We have to discipline our life carefully. അല്ല എങ്കിൽ ദൈവത്തിന്റെ തിരുമുൻപിൽ നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ടാവുകയില്ല. ഞാൻ പറയാം, പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസി ശക്തിയില്ലാത്ത വിശ്വാസിയാ. എതിരാളിക്ക് ആക്രമിച്ചാനും ഇടിച്ചിടാനും പറ്റിയ ഒരു വ്യക്തി. പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ തൊടാൻ പറ്റില്ല. കാരണം എന്താ? ആ പ്രാർത്ഥനയുടെ കോട്ട നമുക്ക് ചുറ്റും എപ്പോഴും കാണും. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ അത് നടക്കുകയില്ല. സ്വർഗത്തിൽ പോലും നമുക്കത് ആവശ്യമായിട്ട് വരും. ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതല്ല. അവിടെ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടി വരും. ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ ഹാസ് ടു ഹാപ്പൻ.
അതൊന്നും നിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നിരന്തരം നമ്മൾ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നുള്ള ലിമിറ്റേഷൻ ഒന്നും കാണുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഉറക്കം വരലും പ്രശ്നം. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ ഉറക്കം വരാം അല്ലേ? ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് പില്ലിന് തുല്യമാ. ഇതൊക്കെ അവസാനിക്കും ഭക്തനായി തീരുമ്പോ. എന്താ വിഷയം എന്നറിയോ? നിനക്ക് ഉറക്കം വരില്ല ഇത് ചെയ്തില്ലെങ്കിൽ. ഒരു ദിവസം പ്രാർത്ഥിക്കാതെ നീ ദൈവസന്നിധിയിൽ കിടക്കാൻ പോയാൽ നിനക്കന്ന് ഉറങ്ങാൻ പറ്റില്ല. ഭക്തൻ വ്യസനിക്കും ഉള്ളിൽ കിടന്ന്. എഴുന്നേക്കടാ പ്രാർത്ഥിക്ക് എന്ന് പറയും. നീ വചനം പഠിച്ചിട്ടില്ല, എഴുന്നേക്ക് വചനം പഠിക്ക്. ഓണസ്റ്റ്ലി ദാറ്റ് ഈസ് മൈ നേച്ചർ നൗ. അങ്ങനെ ആയിരുന്നില്ല ഞാൻ കേട്ടോ. പാർട്ട് ടൈം ബിലീവർ ആയിരുന്നു. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, പാർട്ട് ടൈം ബിലീവർ ക്യാൻ നെവർ ഡിഫീറ്റ് എ ഫുൾ ടൈം ഡെവിൾ. സത്യമാ. അവൻ എപ്പോഴും ആക്റ്റീവാ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനയായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവന് ഇഷ്ടം പോലെ സമയമാ നമ്മുടെ മേലെ അടിക്കാനായിട്ട്. ഈ ഒരു ഏരിയ ഫിക്സ് ചെയ്യുക. നമ്മളുടെ കോൺഷ്യൻസ് ദൈവത്തിന്റെ മുമ്പാകെ ക്ലീൻ ആയിരിക്കണം. നിരന്തരം പ്രാർത്ഥന, ദൈവവചന പാരായണം, വിശ്വാസവും പ്രത്യാശയും സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇങ്ങനെ നാം സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആയിരിക്കും. ഈ അകത്ത മനുഷ്യൻ സ്ട്രോങ് ആവാതെ പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് മത്തങ്ങ പോലെയാ, പൊള്ള. എന്തുകൊണ്ടാണ് ഈ പല മിനിസ്ട്രികളും, ഒരുപാട് മിനിസ്ട്രികളാണ് ഇപ്പൊ, മിനിസ്ട്രി തടഞ്ഞിട്ട് വഴിയില്ല, പക്ഷെ ഫലമില്ല താനും. യു നോ വാട്ട് ഈസ് ദ റീസൺ? പലപ്പോഴും നമ്മുടെ പല വേലകളും അകത്ത മനുഷ്യനെ സ്ട്രോക്ക് ആക്കിയിട്ടല്ല, പുറത്തെ മനുഷ്യനായിട്ട് കളിക്കുന്ന മുഴുവനും. ഈ പുറത്തുള്ള കളികൾ കൊണ്ട് ഒരു കാര്യവുമില്ല അകത്ത് സ്ട്രോങ് അല്ലെങ്കിൽ. ദാവീദ് രാജാവ് ദൈവത്തിൽ ആശ്രയിക്കാതെ ചിലപ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളത് പിന്നീട് ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പോഴൊക്കെ പ്രശ്നത്തിലായിട്ടുണ്ട് താൻ അല്ലേ? അബീമേലെക്കിന്റെ അടുക്കിലേക്ക് ഒരു ഓടിപ്പോക്ക്, അതിന്റെ വല്ല ആവശ്യമുണ്ടോ തനിക്ക്? ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ശൗലിന് പകരം സിംഹാസനത്തിലിരിക്കുക, വിശ്വാസം മാത്രം മതിയല്ലോ. അതൊന്നും ആ സമയത്ത് പുള്ളിക്ക് ഓർമ്മ വന്നില്ല. ആൾ ഓടി. അവിടെ ചെന്നിട്ട് താൻ എന്ത് ചെയ്തെന്നാ, തുപ്പല ഒലിപ്പിച്ചു, ഭ്രാന്തന്റെ പോലെ. നിങ്ങളതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തായി കാണിക്കുന്നത്? ഇസ്രായേലിന്റെ രാജാവായിരിക്കേണ്ടുന്നവൻ പോയി ഡ്രാമ കളിക്കുകയാണ്. പക്ഷെ ദാവീദിന് ഒരു നന്മയുണ്ട്, ഡ്രാമ കളിക്കാണെന്ന് വേഗം മനസ്സിലായി, തടി തപ്പി അവിടെ നിന്ന്, പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പ്രിയമുള്ളവരെ, അകത്ത മനുഷ്യൻ സ്ട്രോങ് ആയില്ലെങ്കിൽ പുറത്ത് എന്ത് കാണിച്ചാലും ഡ്രാമകളായിട്ട് തീരും. രണ്ടാമത്തെ ഭാഗം. ഇനി അകത്ത മനുഷ്യൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പുറത്തെ മനുഷ്യനിലേക്ക് നമുക്ക് പലതും ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 3 ഗുണങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന 3 ഗുണങ്ങൾ. ഒന്ന്, സ്നേഹം. അപ്പൊ സ്നേഹം എന്ന വിഷയമൊക്കെ നമ്മൾ കേൾക്കും, ഇതൊക്കെ നിരന്തരം കേൾക്കുന്നതല്ലേ എൻ്റെ സഹോദര എന്ന് നമ്മളോട് ചോദിക്കും. എനിക്കറിയാം നമ്മളെല്ലാവരും സ്നേഹം എന്ന വിഷയത്തിൽ ഡിഗ്രിയും PhD ഒക്കെ എടുത്തവരാണ്. പക്ഷെ എന്നാൽ സ്നേഹം ഇട്ടോ മര്യാദയ്ക്കിട്ടോ കാണാനും ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്താ ഈ സ്നേഹത്തിന്റെ കുഴപ്പം? ഇപ്പോൾ ഉള്ള സ്നേഹം എന്ന് പറയുന്നത്, പലരും സ്നേഹം എന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ സ്നേഹമല്ല. അതെന്താ? വാസ്തവത്തിലുള്ള സ്നേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെയല്ല. ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളും ഇഷ്ടങ്ങളാണ്. എന്താണ് ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇഷ്ടം തോന്നുന്നത് മറ്റേ വ്യക്തിയിൽ എന്തെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഉള്ളപ്പോഴാണ് ഇഷ്ടം തോന്നുക. സ്നേഹം തോന്നുന്നത് മറ്റേ വ്യക്തിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ഇവിടെ വ്യത്യാസം കിടക്കുന്നത്. നമ്മളൊക്കെ ഭയങ്കര സ്നേഹമാ, പക്ഷെ വാസ്തവത്തിൽ സ്നേഹമിട്ടോ കാണാനുമില്ല. ഞാൻ അതിനൊരു ചെറിയ ഡെഫിനിഷൻ തരാം. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസ്നേഹം എന്നത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യത കണക്കാക്കുന്നില്ല. ഞാൻ ഒരാളെ, ഇപ്പൊ സഹോദരനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ സഹോദരൻ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. രണ്ടാമത്തേത്, അതിന് വേണ്ടി വരുന്ന ചെലവ് കണക്കിടുന്നില്ല. എന്ത് ചെലവാണ് എനിക്ക് ചെയ്യാനുള്ളത് അതും എനിക്ക് വിഷയമല്ല. മൂന്നാമത്, പ്രതിഫലം നോക്കുന്നില്ല. അദ്ദേഹം അതിനോട് എങ്ങനെ പ്രതികരിക്കും അത് എനിക്ക് വിഷയം അല്ല. മാത്രമല്ല പ്രതികരണവും നോക്കില്ല. പ്രതികരണം എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് കോപിക്കുമോ, പുള്ളി എന്നോട് നന്നായിരിക്കുമോ, ഇതൊന്നും വിഷയമല്ല. ഞാൻ അങ്ങ് സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ അങ്ങ് സ്നേഹിക്കുക. ഇത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ,
മനുഷ്യരായ നമുക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് ദൈവം ഒരു ഫിക്സ് തന്നു. അതെന്താണ്? സ്വപുത്രന്റെ ആത്മാവിനെ. ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന്. കാരണം അതേ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഞാൻ ഇനി അതിനെ ഒന്ന് ഇച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. എങ്ങനെ സ്നേഹിക്കണം? ഞാനിപ്പോ ബോവസിനെ സ്നേഹിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചാൽ ബോവസ് സ്നേഹിക്കപ്പെടുന്നതിന് ബോവസിന്റെ യാതൊരു ക്രൈറ്റീരിയകളോ ക്രെഡൻഷ്യൽസോ ബാധകമല്ല. തന്റെ യോഗ്യതകൾ എനിക്കൊരു വിഷയമല്ല. എങ്ങനെ ബോവസ് തിരിച്ചു പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. മറിച്ച് ദൈവത്താൽ നിർബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. മനസ്സിലായോ? ദൈവം എന്നോട് പറയുകയാണ്, നീ അവനെ സ്നേഹിക്കണം. ഞാൻ അങ്ങ് സ്നേഹിക്കുകയാണ്. അവൻ എന്തും കാട്ടിക്കോട്ടെ, ഞാൻ സ്നേഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് കുരിശിൽ കിടന്നിട്ട് കർത്താവ് ഇവണ്ണം പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ അവർ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ല, പച്ച മാംസത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താൻ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, താൻ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യേയും കർത്താവ് പറയുന്നത്, പിതാവേ, നീ പറഞ്ഞതുപോലെ ഞാൻ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ. ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ പാപം ഇവർക്ക് കണക്കിടരുത്. ഇത് നടക്കണമെങ്കിൽ ഈ സ്നേഹം പിതാവിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം. ഇതിന്റെ പിറകിലുള്ള പ്രേരക ശക്തി മനുഷ്യനെ നോക്കിക്കൊണ്ടായിരിക്കരുത്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ അല്ല ഞാൻ കാണേണ്ടത്, പിന്നെയോ എൻ്റെ ദൈവം എനിക്ക് തന്ന ദൗത്യത്തെയാണ് ഞാൻ കാണേണ്ടത്. ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ എല്ലാ സേവനങ്ങൾക്കും ഉള്ളത്. പലപ്പോഴും ഈ സേവനം, സർവീസ് എന്ന് പറയുന്നത് അതിലെ മറ്റൊരു കാര്യമാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഈ സർവീസ് ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സേവിക്കുന്ന കാര്യത്തിലും വിശ്വാസികൾ തോറ്റുപോകാറുണ്ട്. എന്താണ്? കുറച്ചൊക്കെ ചെയ്യും, അത് കഴിയുമ്പോൾ പറയേ അയാള് നമ്മൾ വിചാരിക്കണ മാതിരി ഒന്നുമല്ല, പുള്ളി നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? നീ നിനക്ക് തന്നെ മഹത്വം എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനൊരു ദൗത്യം നിർവഹിക്കാൻ പോയതല്ല എന്ന പോലെയാ എന്ന് പറഞ്ഞ് എനിക്ക് മഹത്വം എടുക്കാനാണ് ശ്രമിച്ചത്. എന്റെ ദൈവം, എന്റെ കർത്താവ്, നീ ഇന്നാർക്ക് ഇന്ന സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭയം നിമിത്തം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അത് ചെയ്തിട്ട് എന്റെ കർത്താവിന്റെ അടുക്ക പോയി പറയണം, കർത്താവെ ഞാൻ ചെയ്തു, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ ഈ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യമേ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നടക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് മടുക്കും. സ്നേഹിച്ച് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഇതുകൊണ്ടാ കർത്താവ് ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. എന്താണ്? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്താ അധർമ്മം? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരിക എന്നുള്ള ഭാഗത്ത് ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നന്ദി കെട്ടവരും, അങ്ങനെ ഇപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്, നന്ദി കെട്ടവർ, താങ്ക്ലെസ്. ഇപ്പോഴത്തെ പല വ്യക്തികൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത താങ്ക് യു എന്നുള്ളൊരു വാക്ക് ഇവര് പറയില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേര് എന്തോരം ഗുണം ചെയ്താലും താങ്ക് യു എന്ന് കാര്യമായിട്ട് പറയില്ല. അത് ഞങ്ങളുടെ റൈറ്റാ എന്ന പോലെയാ. താങ്ക്ലെസ്. അതെന്താ കുഴപ്പമെന്നറിയോ? അത് ഈ കാലത്തിലെ സ്പിരിറ്റിന്റെ കുഴപ്പമാണ്. ഏത് സ്പിരിറ്റിന്റെ? ഇപ്പോഴത്തെ സ്പിരിറ്റ്. ഞാൻ പറയുന്നത് അന്ധകാരത്തിന്റെ സ്പിരിറ്റ് തന്നെ. അതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന അന്ത്യകാലത്ത് ദുർഘട സമയം അത് പിന്നെ എപ്പോഴെങ്കിലും വരുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. മനുഷ്യർ നന്ദി കെട്ടവരാകും. ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ വരുമ്പോൾ സ്നേഹം തണുത്തു പോകും. പക്ഷെ കർത്താവ് വാണിംഗ് തന്നെ എന്തിനാണെന്നറിയോ? തണുക്കാതിരിക്കാനാ. അപ്പോഴും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ആരോടുള്ള ഭയം നിമിത്തം? കർത്താവിനോടുള്ള ഭയം നിമിത്തം. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് രക്തത്തിൽ കുളിച്ച് ജീവൻ വിടുവാനായിട്ടിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുത്. എങ്ങനെ സാധിച്ചേ? തന്റെ ഡ്യൂട്ടി തനിക്ക് ശരിക്കറിയാം. പറഞ്ഞു മനസ്സിലായോ? തനിക്കറിയാം കർത്താവാണ് തന്നെ പറഞ്ഞയച്ചത്. ഈ കല്ലേറ് കൊള്ളുന്ന എന്റെ ഗുരുനാഥന് വേണ്ടിയാ
ഞാൻ അത് ഏൽക്കട്ടെ. അവരുടെ പാപം അവർക്ക് നിർത്തരുത്. അവരെ അപ്പോഴും സ്നേഹിക്കുന്ന ഒരു സ്തെഫാനോസ്. കുരിശിൽ കിടക്കുമ്പോഴും തന്നെ ക്രൂശിക്കുന്നവരെ സ്നേഹിച്ച യേശു ക്രിസ്തു. ഇതിലും വലിയ പാരവെപ്പൊന്നും നമ്മളുടെ സഹോദരന്മാർ ചെയ്യാറില്ലല്ലോ, അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ സ്നേഹിക്കുന്നതിനും നമ്മൾ സേവിക്കുന്നതിനും അടിസ്ഥാനം. പിന്നെയോ, ഈ ഓർഡർ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, പോസ്റ്റ്മാൻ പോസ്റ്റ് കൊടുക്കാൻ പോകുമ്പോ വീട്ടുകാരൻ എന്താ പറഞ്ഞേ, എന്താ ചെയ്തേ, അതൊന്നും അവന് വിഷയം അല്ല. അവന്റെ ഡ്യൂട്ടി ഒന്നേ ഉള്ളൂ, പോകുക, കൊടുക്കുക, തിരിച്ചു വരിക. നമ്മൾക്ക് അങ്ങനെയല്ല, സ്നേഹത്തോടെ അത് ചെയ്യുക. ഞാൻ പലപ്പോഴും ഈ നഴ്സസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ചില രോഗികൾ എന്ന് പറഞ്ഞാൽ മഹാ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ നഴ്സുമാർക്ക് അവരെ ചീത്ത വിളിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ചിരിച്ചുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ അവർക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഉള്ളിൽ ദേഷ്യമുണ്ടാകാം, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ചിരിക്കുന്നത് വെറും ഇത് മാത്രമാകരുത്, അതര വ്യായാമം മാത്രമാകരുത്. യഥാർത്ഥത്തിൽ ചിരിക്കാൻ കഴിയണം നമുക്ക്. എന്താ കാരണം? എൻ്റെ കർത്താവ് എന്നെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ സ്നേഹം ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കണം. ക്രിസ്തുവാണ് നമ്മളുടെ പ്രോട്ടോടൈപ്പ് ഇക്കാര്യത്തിൽ. കർത്താവിനെ പോലെ സ്നേഹിച്ചിട്ടുള്ളവൻ ആരുമില്ല. ഇനിയിപ്പോ നമ്മളെ ഓരോരുത്തരും എടുക്ക്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നല്ല പുള്ളികളായിരുന്നോ? ഉള്ളത് പറയാം, ഇപ്പോഴും വേണ്ട പോലെ ഗുണം പിടിച്ചിട്ടില്ല, അല്ലേ? അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഇരുന്ന്. നമ്മളൊക്കെ ഭക്തന്മാരായിരുന്നെങ്കിൽ എനിക്കിവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും വേണ്ട പോലെ ഗുണം പിടിച്ചിട്ടില്ല. കർത്താവിന്റെ സ്നേഹത്തിന് വല്ല കുറവുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവൻ എന്നെ സ്നേഹിച്ച ഒന്നാം നാൾ മുതൽ ഇന്ന് വരെയും ഇപ്പോൾ വരെയും അവന്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. സ്ഥായിയായ സ്നേഹം, ഒരിക്കലും മാറാത്ത സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ വചനത്തിൽ കടം പെട്ടിരിക്കരുതെന്ന് പറഞ്ഞിടത്ത് ഒരു കാര്യം കടം പെട്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? സ്നേഹമൊഴികെ ആർക്കും ഒന്നും കടം പെട്ടിരിക്കരുത്. സ്നേഹം കടം പെട്ടിരിക്കുക നമ്മൾ, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ. അതെന്താ? ധാരാളം സ്നേഹം എനിക്ക് എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം അതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സ്വഭാവമായിരുന്നു എൻ്റെ കർത്താവിനെങ്കിൽ പണ്ടേ പണി തീർന്നേനെ. പക്ഷെ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നവനാ ഇപ്പോഴും. ചില ടെസ്റ്റിമണികളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോകും. അതെന്താ അറിയോ? ദൈവത്തെ അറിഞ്ഞിട്ടും പിന്നെയും തെറ്റിൽ വീണ് തകർന്നു പോകുന്ന മനുഷ്യര്. പക്ഷെ അവസാനം അവർ ദുഃഖിച്ച് വിലപിച്ച് തിരിച്ചു വരുമ്പോൾ കർത്താവ് അവരോട് സ്നേഹത്തോടു കൂടെ തന്നെ ഇടപെടുന്നേ, വളരെ സ്നേഹത്തോടെ. അവന് ആരോടും ദേഷ്യമില്ല പ്രിയമുള്ളവരെ. അവന് ആരോടും വെറുപ്പില്ല. അവന്റെ മനസ്സിൽ നീരസമില്ല. നീരസം ആരുടെ ഹൃദയത്തിലെ ചങ്കിൽമേലെ കിടക്കുന്നേ? നീരസം ദുഷ്ടന്റെ മാർവിലല്ലോ വസിക്കുന്നത്. നീരസമുള്ളത് ദുഷ്ടന്റെ മാർവിലാണ്. എന്നാൽ കർത്താവിന്റെ മാറിൽ ഒരിക്കലും നീരസമില്ല. അവന് ദേഷ്യമില്ല, അവന് വെറുപ്പില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് ന്യായം വിധിക്കുന്നത് എന്താ? കർത്താവ് ന്യായം വിധിക്കുന്നത് മനുഷ്യരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ദൈവം നീതിമാനായതുകൊണ്ടാ. തൻ്റെ കൈകൾ കെട്ടുകയാണ് മനുഷ്യൻ അവനനുസരിക്കാതിരിക്കുന്നതിനാൽ. അവന് സ്നേഹിക്കാൻ പറ്റാതെ വണ്ണം ആക്കി തീർക്കുകയാണ്. അവന് കരുണ കാണിക്കാൻ പറ്റാതെ വണ്ണം ആക്കി തീർക്കുകയാണ്. ഞാൻ ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം അതിനെ മറികടക്കണമോ? അങ്ങനെയെങ്കിൽ പിന്നെ എൻ്റെ റൈറ്റ് എവിടെയാണ്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ തീരുമാനിക്കാൻ എനിക്ക് ക്രിസ്തു വേണ്ട എങ്കിൽ ആ തീരുമാനത്തെ ദൈവം മറികടക്കണോ? അങ്ങനെയെങ്കിൽ എൻ്റെ തീരുമാനം എവിടെയാ? ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അതില്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ കർത്താവിനെ ശരിക്കും മനസ്സിലാക്കണം. അവൻ സ്നേഹമല്ലാതെ ഒന്നും നൽകുന്നില്ല. അതിലധിഷ്ഠിതമായിരിക്കണം നമ്മളുടെ സേവനങ്ങൾ. അങ്ങനെ നാം ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ പോലെ സേവിക്കുവാൻ നമുക്ക് കഴിയും. ഈ സേവനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. കാരണം ബൈബിളിൽ പലപ്പോഴും ഈ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്
ഈ സ്നേഹം എന്താണ് ഈ ആരാധന എന്നുള്ളൊരു വാക്ക് സേവനത്തിന് പകരം ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് തിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം അതിനോടുള്ള ബന്ധത്തിൽ. ഒരു നിമിഷം. ഓക്കെ, മത്തായി 4:10. മത്തായി 4:10 നാം ഇങ്ങനെ വായിക്കുന്നു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ഈ വാക്ക് പഠിക്കണം. ശരിക്കും അവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങളുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ വാക്ക് ശരിക്കും നമസ്കരിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്നാണ് അതിന്റെ അർത്ഥം. ഈ ആരാധന എന്ന പദം നമ്മളുടെ ഇടയിൽ ദുർവ്യാഖ്യാനം ചെയ്തു വെച്ചിരിക്കുക. എങ്ങനെയാ? വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന എന്നുള്ള രീതിയിൽ. എന്നാൽ ദൈവവചനത്തിൽ അങ്ങനെയല്ല കേട്ടോ. നല്ലൊരു പങ്ക് സ്ഥലങ്ങളിലും, നല്ലൊരു പങ്കെന്നല്ല, ഓൾമോസ്റ്റ് എവരിവെയർ സെർവിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെർവ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. ഈ സേവനം എന്ന വാക്ക് എന്താണ് ബൈബിളിൽ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. പണ്ട് കാലത്ത് തമ്പ്രാക്കന്മാരും അടിയാന്മാരും ഉണ്ടായിരുന്ന കാലം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അടുക്കൽ സേവകന്മാർ കടന്നു ചെല്ലുമ്പോൾ ഇതേ കാര്യം അവർ ചെയ്തിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, തമ്പ്രാൻ കൂടെയുള്ളവനെ വിളിക്കുകയാണ്, തന്റെ പണിക്കാരനെ. ഞാനൊരു പേര് എന്തെങ്കിലും എടുക്കാം. അപ്പൊ സുബ്രനെ വിളിക്കാന്ന് വെച്ചോ. സുപ്ര എന്ന് പറഞ്ഞ ഒരു അലറലും. അപ്പൊ എന്ത് ചെയ്യും? സൂപ്രൻ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും ഓടി കതച്ച് അവിടെ വരും. വന്നിട്ട് തന്റെ തോളിൽ ഒരു തോർത്ത് കാണും. ആ തോർത്ത് എടുത്തിട്ട് കക്ഷത്തിൽ വെച്ചിട്ട് ഒന്ന് കുനിയും. എന്നിട്ട് പറയും തമ്പ്ര എന്ന് പറയും. മനസ്സിലായല്ലോ? ഒന്ന് കുനിഞ്ഞിട്ട് പറയും തമ്പ്ര എന്ന് പറയും. അപ്പൊ തമ്പ്രാൻ എന്താ കൽപ്പന എന്ന് വെച്ചാൽ കൊടുക്കും. പാടത്ത് മുഴുവൻ നെല്ല് കിടക്കാണ്, നീ എവിടെയാണ്? പോയതൊക്കെ എടുത്ത് പത്തായത്തിലിട്. അപ്പൊ ഇവ എന്ത് ചെയ്യും? ഒന്നും കൂടെ കുനിയും. എന്നിട്ട് പറയും തമ്പ്ര എന്ന് പറയും. പിന്നെ അവിടെ നിന്ന് പോകും. ഈ കാര്യം ചെയ്ത് തീർക്കുന്നവരെ പിന്നെ സുപ്രന് സ്വസ്ഥതയില്ല. മനസ്സിലായല്ലോ? ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഓടി കതച്ച് സുപ്രം വന്നിട്ട് പിന്നെയും അകത്ത് കിടക്കും. എന്നിട്ട് പറയും തമ്പ്ര, ഒന്ന് കുനിയും. ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ കുനിയും. എന്നിട്ട് പോവും. രാജാവിന്റെ മുമ്പിൽ സേവകന്മാർ ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സകലവും ചെയ്തിട്ട് ഞങ്ങൾ ഒന്നിനും കൊള്ളരുതാത്ത ദാസന്മാർ, പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ അങ്ങ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ പശ്ചാത്തലം അതാ. നമ്മൾ നമ്മുടെ ദൈവത്തെ സേവിക്കുന്നതിന് 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ വശം അവന്റെ മുമ്പിൽ പോയി വണങ്ങണം. അതാണ് ഇവിടെ ആദ്യം വായിച്ച് അവനെ നമസ്കരിച്ച്. പറഞ്ഞു മനസ്സിലായോ? ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ ആദ്യമേ അവനെ വണങ്ങണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലവും സ്തോത്രത്തോടുകൂടെ. സ്തോത്രം ഏതിന്റെ മുമ്പ് വേണം? പ്രാർത്ഥനയ്ക്ക് മുമ്പ് വേണം. എന്നിട്ട് വേണം നിങ്ങളുടെ അപേക്ഷകളെ അർപ്പിക്കാൻ. ആദ്യം സ്തോത്രം വേണം, മഹത്വം കൊടുക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇതേ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. നമ്മൾ വിചാരിക്കും ആത്മാവിൽ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞിരിക്കുകയാണ്. അല്ല, സെർവിങ് എന്നാണ്. ഞാൻ എൻ്റെ ആത്മാവിൽ സേവിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. മനസ്സിലായല്ലോ? സേവനമാണ് അവിടുത്തെ വിഷയം. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതാണ് തന്റെ സേവനം. മറ്റനേക ഭാഗങ്ങളുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ വായിക്കാം. ലൂക്കോസ് 1:74 നാം ഇങ്ങനെ വായിക്കുന്നു. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. ഈ വാക്ക് സേവനമെന്നാണ്, അവനെ സേവിക്കുവാൻ. ലൂക്കോസ് 2:37 ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. സ്ത്രീ സേവനമാണ്. നിങ്ങൾ വിചാരിക്കരുത് ഹന്ന 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഹല്ലേലൂയ പറഞ്ഞിരിക്കായിരുന്നു. അല്ല, ഈ ഹന്ന ചെയ്തിരുന്നത് ദേവാലയത്തിലെ ശുശ്രൂഷകളാണ്. എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ ശുശ്രൂഷയല്ല,
അടിച്ചു വാരുക, തുടയ്ക്കുക, പിടിക്കുക, ഇങ്ങനെയുള്ള സേവനങ്ങൾ ദേവാലയത്തിന് വേണ്ടി അവൾ മനഃപൂർവം ചെയ്തിരുന്നു. വിധവയായിരുന്നു അവള്. ഇനി എബ്രായർ 9:14, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സെർവ് എന്നാണ്, സേവിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നമ്മൾ പഠിച്ച വിഷയമാണ്. വിശുദ്ധി ഇല്ലാത്ത പാത്രത്തിൽ നിന്ന് ദൈവം സേവനം സ്വീകരിക്കില്ല. ഇനി മറ്റൊരു വാക്യം കൂടെ വായിക്കാം. നമ്മൾ വെളിപ്പാട് ഗ്രന്ഥത്തിലുള്ളത്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. 22:3, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, സേവിക്കുമെന്നാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് കേവലം ഹല്ലേലൂയ പറയാനല്ല, അത് ഇതിന്റെ ഭാഗമാണ്. ദൈവം മുമ്പാകെ നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? വണങ്ങും. എന്നിട്ട് ഓർഡർ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യും പറഞ്ഞ പോലെ. എന്നിട്ട് തിരിച്ചു വന്ന് പറയും, പിതാവേ ചെയ്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ ഭൂമിയിൽ തികച്ചിരിക്കുന്നു. ഐ ഹാവ് ഡൺ. എന്തായി പറഞ്ഞ എന്റെ ആശയം എന്നറിയോ? ഇതാണ് അതിന്റെ ആശയം. ഒരു പ്രവൃത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പുത്രന്, ഇതാ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ, അവൻ തെരുക്കളിൽ ശബ്ദം ഉണ്ടാക്കുകയില്ല, ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല. നിങ്ങൾ അതിനെ ബന്ധപ്പെടുത്തണം. ഇത് കർത്താവ് സകലവും ചെയ്തു. ഇനി ലാസ്റ്റ് ബ്രിഡ്ജാണ് ക്രോസ് ചെയ്യാനുള്ളത്. എന്താണ്? കുരിശ്. അതിനു മുമ്പ് കർത്താവ് പറയാ, നീ എനിക്ക് തന്ന എല്ലാം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, നീ എനിക്ക് തന്നതൊക്കെ ഞാൻ ഇവർക്ക് കൊടുത്തു, ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നഷ്ടമായിട്ടില്ല. അത് യൂദയെ കുറിച്ചാ പറഞ്ഞത്. എന്നിട്ട് പറയാ, ഇനി എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുകയാ. വാട്ട് എ ബ്യൂട്ടി! നമ്മുടെ കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് ദാസനായിരുന്നു. ഇതാണ് സേവനം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ചിന്തയ്ക്ക് വിരാമം ഇടാം. റെവലേഷൻസ് 7:15, അതുകൊണ്ട് അവർ സിംഹാസനത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകനെ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഈ ട്രാൻസ്ലേഷനിൽ ഒറിജിനൽ ലാംഗ്വേജിൽ ഇരുന്ന് എന്ന വാക്കില്ല, അത് ആഡ് ചെയ്തതാ, തെറ്റിദ്ധാരണ. ശരിക്കും അവിടെ എങ്ങനെയാണെന്ന് അറിയാമോ? അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ സേവിക്കും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത് ദൈവത്തെ സേവിക്കുവാനാണ്. അന്ന് നമ്മൾ ഓർഡർ ലഭിച്ച് ദൈവത്തെ സേവിച്ച് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചവിടെ ചെന്നിട്ട് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പറയും, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു പിതാവേ. ഇതായിരിക്കണം ഇന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ചെയ്യുന്നതൊന്നും മനുഷ്യർക്ക് അല്ല. വീട്ടിൽ ഞാൻ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാം, വീട്ടിൽ നിങ്ങൾ കറി വയ്ക്കുമ്പോഴോ കുക്ക് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് പലപ്പോഴും ഈ പാത്രം കഴുകി വശക്കേടാവുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സും അടുത്ത് പോകും. അതുപോലെ തന്നെ സഭയിൽ പ്രത്യേകിച്ച് മൂപ്പന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നവർ കുറച്ച് കഴിയുമ്പോൾ മനസ്സും അടുക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്ന് ഇടിയ മനസ്സും അടുക്കണ്ട. അതെന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്ക് അല്ല. അങ്ങനെ തന്നെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന വണ്ണം ചെയ്യണം. പ്രിയമുള്ളവരെ, ഒരു ഭക്തൻ എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ എതിർപ്പുണ്ടാകില്ല എന്നല്ല അർത്ഥം. എതിർപ്പുണ്ടാകും, പക്ഷേ എതിർപ്പുകളുടെ മധ്യേ അവന്റെ കണ്ണ് അവന്റെ യജമാനന്റെ മുഖത്ത് മാത്രമായിരിക്കും. എന്തൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് അവനൊരു വിഷയം അല്ല. കർത്താവ് പറഞ്ഞതുപോലെ, യജമാനൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അത് ചെയ്തിട്ട് യജമാനന്റെ അടുത്ത് പോയിട്ട് പറയും, ഞാൻ ചെയ്തിരിക്കുന്നു, അങ്ങ് മഹത്വം എടുക്കണമേ. നിങ്ങള് വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കുന്നത് ഒരു ആരാധനയാണ്, സേവനം. നിങ്ങളത് തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണം, കർത്താവേ എന്നെ ശക്തീകരിക്കണം. കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് സമർപ്പിക്കണം ദൈവസന്നിധിയിൽ, ഞങ്ങൾ തികച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തികച്ചിരിക്കുന്നു. ഇതൊരാരാധനയായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ
പിറുപിറുപ്പിന്റെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. മനുഷ്യർക്ക് ചെയ്യുമ്പോൾ പിറുപിറുപ്പുണ്ടാവും, ദൈവത്തിന് ചെയ്യുമ്പോൾ പിറുപിറുപ്പില്ല. മനുഷ്യർ എന്ത് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ല. നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഭക്തൻ കർത്താവിനെ പോലെ സ്നേഹിക്കുന്നവനാണ്, സ്നേഹം ഒഴുകുകയാണ്. അത് നമ്മൾ മറ്റുള്ളവരുടെ ഇടപാടുകളാൽ തടയരുത്. നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബോവസിനെ സ്നേഹിക്കാൻ തീരുമാനിച്ച സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? കർത്താവിനെ. ആ സേവനം തടയാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ ഇടവരും. ഇതാണ് ഭക്തന്റെ സ്റ്റാൻഡ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇനിമേൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ, കാര്യങ്ങളെ കാണുന്നതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കട്ടെ. വീക്ഷണത്തിൽ നമ്മൾ മനുഷ്യർക്കല്ല ഒന്നും ചെയ്യുന്നത്, നമ്മൾ വീണ്ടെടുത്ത കർത്താവിനാണ്. ആ ആറ്റിറ്റ്യൂഡോടുകൂടെ വരുന്ന നാളുകളിൽ ഈ സേവ ചെയ്യുവാൻ, ഒന്നാമത് നമ്മൾ കണ്ടത് നമ്മുടെ മനസാക്ഷി ദൈവസന്നിധിയിൽ കൃത്യമായിരിക്കണം. 2, അവനെ സേവിക്കുവാൻ സ്നേഹത്തിൽ നിന്ന് ചെയ്യണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.